ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുള്ള മഹാഭാഗ്യം കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയിൽ നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും നല്ല പ്രഭാതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും മോർണിംഗ് മന്നയുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് പ്രഭാതത്തിലെ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്ന്, മൃഗത്തിൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ ആകുന്നുവെന്ന് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ തക്കോണം മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും, മൃഗത്തിൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നതായിട്ട് കണ്ടു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ അനേകര് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് വലിയ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയൊക്കെയും ചെയ്തുകൊണ്ട് അനേകരെ ആകർഷിക്കുവാൻ തക്കവണ്ണം വളരെ അനുഗ്രഹത്തിൻ്റെതായ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് പലരെയും തന്നിലേക്ക് ആകർഷിക്കുവാനും ഞാനാണ് ക്രിസ്തു എന്നും ക്രിസ്തു എന്നോട് സംസാരിച്ചു എന്നൊക്കെയും നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഈ സമയങ്ങളിലൊക്കെയും കേൾക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്വയം അപ്പസ്തോലനാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവിനോട് സംസാരിച്ചത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നതായ തന്ത്രങ്ങളൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദുരാത്മാക്കളെ തവളയോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, തവള ഇര പിടിക്കുന്നത് അതിൻ്റെ നാക്കുകൊണ്ടാണ്. അപ്പോൾ വളരെ നാക്കുകൊണ്ട് വളരെ പോഷ്കു പറയുകയും അനേകരെ തൻ്റെ നാക്കിൻ്റെ ആ ചാരുത്യം കൊണ്ട്, കഴിവുകൊണ്ട് എല്ലാവരെയും വളച്ച് തന്നിലേക്ക് ആകർഷിക്കുന്നതായ ഒരു സ്വഭാവമാണ് തവള. അതുപോലെ അത് ചാടും, അതുപോലെ അത് വളരെ ശബ്ദം വെക്കുന്നതായിട്ടൊക്കെ, അങ്ങനെ വിവിധ നിലകളിൽ അശുദ്ധാത്മാക്കൾ ആ തവളയുടെ ആ സ്വഭാവത്തോടുകൂടെ ഇന്ന് ലോകത്ത് അതിശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വലയിൽ പെടാതെ വണ്ണം കർത്താവിൻ്റെ വചനം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വചനത്തിൽ ശോധന ചെയ്തുകൊണ്ട് എപ്രകാരമായിരിക്കണം നമ്മളെന്നുള്ള ആ പരിശോധനയെക്കുറിച്ച് ഈ തന്ത്രങ്ങളിലൊന്നും പെടാതെ വണ്ണം നാം നമ്മെ സൂക്ഷിക്കുകയും നാം വീഴാതിരിക്കുകയും മറ്റുള്ളവരെ വീഴാതിരിപ്പാൻ തക്കവണ്ണം അവരെ താങ്ങി നിർത്തുവാനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ പറഞ്ഞ് അവരെ ബലപ്പെടുത്തുന്നതായ ഒരു സ്വഭാവത്തെ ദൈവജനത്തിന് ഈ നാളുകളിൽ ആവശ്യമാണ് എന്നാണ്. കാരണം അനേകര് തെറ്റിപ്പോകുന്നതായ ഈ കാലഘട്ടത്തിൽ വചനത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങളെ, താല്പര്യങ്ങളെയൊക്കെയും സാധിച്ചു കൊടുക്കുവാൻ, അല്ലെ തനിക്ക് സാധിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള പ്രയത്നങ്ങളിൽ പെടുന്നതായ അനേകരെ കള്ളപ്രവാചകന്മാരെ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നാം അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രിയമുള്ളവരെ ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരുമായി ഇരിക്കുന്നെങ്കിൽ കള്ളപ്രവാചകന്മാരെയും നാം തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ പ്രവാചകന്മാരെ മനസ്സിലാക്കിക്കൊണ്ട് അപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയോടും വിശ്വസ്തയോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം ഓരോരുത്തരും ആയിരിക്കുന്നെങ്കിൽ, വളരെ സഹിഷ്ണുതയോടും ആയിരിക്കുന്നെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ എന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ളതായ കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും രോഗദുഃഖാദികളെയും ഒക്കെയും അതിജീവിച്ചുകൊണ്ട് കർത്താവിലുള്ള ആ പ്രത്യാശയോടുകൂടെ നാം ജീവിക്കുമ്പോൾ ഇതിനെയൊക്കെയും തരണം ചെയ്തുകൊണ്ട് ഈ പ്രതിസന്ധികളിലൂടെ
കള്ളപ്രവാചകന്മാരുടെ കെണിയിൽ വീഴാതെ വണ്ണം, ശത്രുവിന്റെ പോരാട്ടത്തിൽ നാം പെട്ടുപോകാതെ വണ്ണം പ്രത്യാശയോടുകൂടെ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, സ്വർഗം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ദേശത്തെയും ഈ ദൈവജനത്തെയും ഒക്കെയും സ്വർഗം അനുഗ്രഹിക്കുമെന്ന് ദൈവം നമ്മോട് മുൻകൂട്ടി. അപ്പോൾ ഈ മുന്നറിയിപ്പുകളൊക്കെയും ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് ദൈവത്തിന്റെ ആ വലിയ സ്നേഹം നമ്മൾ രുചിച്ചറിഞ്ഞതുകൊണ്ട്, അവന്റെ തിരുവചനം പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവെ ഈ പ്രഭാതത്തില് നാം ചില തിരിച്ചറിവുകളെ മനസ്സിലാക്കിക്കൊണ്ട്, അങ്ങയുടെ വചനപ്രകാരം നാം മനസ്സിലാക്കിക്കൊണ്ട്, ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് അനുരൂപമാകാതെ വണ്ണം കർത്താവ് യേശുക്രിസ്തുവിൽ തന്നെ രസിച്ചുകൊള്ളുക എന്നുള്ള അങ്ങയുടെ വചനപ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ ഓരോ ഹൃദയങ്ങളും ആയിത്തീരുന്നെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നമ്മെ ആത്മീയവും ഭൗതികമായി അനുഗ്രഹിക്കുമെന്ന് അങ്ങയുടെ വചനമാണ്. ആ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരമുള്ള ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടെങ്കിൽ നിശ്ചയമായും സാത്താന്റെ കെണിയിൽ അകപ്പെടാതെ വണ്ണം ഇന്നീ പ്രഭാതത്തില് നാം ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം മുന്നേറുന്നെങ്കിൽ നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിച്ച് കർത്താവിന്റെ രണ്ടാം വരവെങ്കിൽ ആ ശബ്ദം കേൾക്കുവാൻ നമ്മെ തന്നെ ഈ പ്രഭാതത്തിൽ ഒരുക്കാം. അതിനായി വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നടിയങ്ങളെ കേൾപ്പിച്ചതായ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശത്രുവിന്റെ കെണിയിലൊന്നും അകപ്പെടാതെ വണ്ണം കള്ളപ്രവാചകന്മാരെയൊക്കെയും അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ ആഴമായി വേരൂന്നിക്കൊണ്ട് അതനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ കർത്താവെ അങ്ങ് ശക്തീകരിക്കണം. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ജന്മദിനമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ആരെങ്കിലും കടഭാരത്താലോ പ്രയാസത്താലോ രോഗത്താലോ ഒക്കെയും ആയിരിക്കുന്നെങ്കിൽ കർത്താവെ അങ്ങയുടെ വചനം അയച്ച് പൂർണ്ണമായ സൗഖ്യം കൊടുത്ത് അത് രോഗ ദുഃഖാദികളിൽ നിന്നൊക്കെയും വിടുവിച്ച് ആശ്വാസം കൊടുത്തുകൊണ്ട് ഓരോ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.